ഇപ്പൊ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ കണ്ട് റൂമിലേക്ക് റിട്ടേൺ വന്ന് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി. ഫുൾ ലെങ്ത് ഭരണിന്റെ ഒരു വീഡിയോ, ഞാൻ റോ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ ഇവിടെ മെൻഷൻ ചെയ്യാം. അങ്ങനെ ഉച്ച സമയത്തുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള നെഹദി മന്തിയിലേക്ക് പോയി. നെഹദി മന്തി വളരെ അടുത്തായിരുന്നു, ഒരു 100 മീറ്ററിനുള്ളിൽ. അവിടെ എന്തോ റിനോവേഷനും നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നെഹദിയിൽ പോയി കഴിഞ്ഞാൽ പൊതുവെ അവിടെ പേര് കൊടുത്ത് നമ്മളെ ടൈം ആകുമ്പോൾ വിളിക്കുക ചെയ്യുക. അപ്പൊ അങ്ങനെ പേരൊക്കെ കൊടുത്ത് പുറത്ത് വന്ന് കാറ്റൊക്കെ കൊണ്ടിരുന്നു. നെഹദി എന്ന് പറഞ്ഞാൽ പണ്ടേ ഒരു വികാരമാണ്. കോഴിക്കോട് നെഹദിയിലാണെങ്കിലും ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ അവിടെയും ഇടക്കിടക്കെ പോകാറുണ്ട്. നെഹദിയിൽ എപ്പോൾ പോയാലും ഓർഡർ ചെയ്യുന്ന ഹണി ഗ്ലേസ്ഡ് ചിക്കൻ അൽഫാം. പതിവ് പറ്റിക്കാതെ ഇന്നും അത് തന്നെ ഓർഡർ ചെയ്തു. കുറെ സമയം വെള്ളം കുടിച്ചും മയോണൈസ് തൊട്ട് നോക്കിയും സമയം നീക്കി. അങ്ങനെ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്ത് അവിടെ റിനോവേഷൻ നടക്കുന്നുണ്ട് തന്നെ അത്യാവശ്യം പുകയൊക്കെ അതിനകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ അതൊക്കെ സഹിച്ചിട്ട് അവസാനം നമ്മുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതായത് തൊട്ടടുത്തുള്ള ആളുടെ പ്ലേറ്റിൽ നിന്ന് കൊത്തിയെടുക്കുക. അപ്പൊ അവന്റെ പ്ലേറ്റിലുള്ള ടർക്കിഷ് ചിക്കൻ കൂടി നമ്മൾ ടേസ്റ്റ് ചെയ്യണല്ലോ. രാവിലെ മുതലൊന്നും കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് രണ്ടാളും നന്നായി തന്നെ കഴിച്ചു. അതിനിടയ്ക്ക് ഈ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് ഒരു പെപ്സി കൂടെ പറഞ്ഞു. പിന്നെ എന്റെ സ്ഥിരം പരിപാടി, അതായത് ചിക്കന്റെ വിങ്സ് ലാസ്റ്റ് വരെ കാത്തു വെക്കും, എന്റെ അവസാനം ഇതിങ്ങനെ കുത്തിപ്പിഴിഞ്ഞെടുക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വെയിലത്ത് തന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു. ഇനി കുറച്ച് റെസ്റ്റ് ആവാം. അങ്ങനെ മന്തിയൊക്കെ കഴിഞ്ഞ ക്ഷീണത്തില് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ചു വന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ വടക്കുന്നാഥന്റെ അമ്പലത്തിലേക്ക്, അതായത് തേക്കിൻകാട് മൈതാനത്തിലേക്ക് ഒന്ന് കറങ്ങാന്ന് വെച്ചിട്ട് നേരെ അവിടത്തേക്ക് പോയി. ഒരു മാസം മുന്നേ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചങ്ങായിന്റെ ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ ഒരു ഐസ്ക്രീം മാംഗോ ബാറും വാങ്ങിയിട്ട് നമ്മൾ മൈതാനത്തിലൂടെ നടക്കാൻ തുടങ്ങി. അവിടെ അടുത്തൊരു നെഹ്റു പാർക്കോ അങ്ങനത്തെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സമയം അവിടെയെല്ലാം ചുറ്റിക്ക് ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള പാറമേക്കാവിലേക്ക് പോയി. അങ്ങനെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.